മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ആശംസകളും സ്നേഹവും പങ്കുവയ്ക്കുകയാണ്. ലോകത്തെമ്പാടും നിന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ശുശ്രൂഷകളിൽ ഞങ്ങളെ സഹായിക്കുന്ന, മദർ ഹോമിനെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നന്ദി ഞാൻ പങ്കുവയ്ക്കുവാനും ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ വിശദീകരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഇന്ന് കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് ചിന്തകളിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാരുണ്യ പ്രവർത്തികൾ 14 ചില വിഷയങ്ങൾ ആസ്പദമാക്കി ഞാൻ പങ്കുവെച്ചിരുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കാരുണ്യ പ്രവർത്തികളിലെ ആധ്യാത്മികം എന്ന വിഭാഗത്തിൽപ്പെടുന്ന 5ാമത്തെ സന്ദേശമാണ്. അത് മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ആളുകളുടെ സ്നേഹങ്ങളും പ്രോത്സാഹനവും കിട്ടാറുണ്ട്. നമ്മളെല്ലാവരും വളർന്നു വരുന്നത് സ്നേഹവും പ്രോത്സാഹനവും കിട്ടി തന്നെയും. പക്ഷേ അതേ സമയത്ത് തന്നെ ജീവിതയാത്രയിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്, നമ്മളെ നശിപ്പിക്കുന്നവരുണ്ട്, നമുക്കെതിരായി സംസാരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനാവുന്ന ഒരു മനോഭാവത്തിലേക്കാണ് ഈ സന്ദേശം നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്കറിയാം, സൂര്യപ്രകാശമുള്ളപ്പോൾ നമ്മൾ നടക്കുന്നു, സൂര്യപ്രകാശത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് ഇരുട്ടുമുണ്ട്. ഈ ഇരുട്ടിനെയും നമ്മൾ സ്വീകരിക്കണം, ഈ ഇരുട്ടത്തും നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. അതുപോലെ തന്നെ സ്നേഹം ലഭിക്കുന്ന ശുദ്ധമായ അന്തരീക്ഷങ്ങൾ ജീവിതത്തിലുണ്ട്, നല്ലതാണ്. അതേസമയം അന്ധകാരത്തിൻ്റെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞു വെക്കാവുന്നത് പോലെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയും പിണക്കവും ഒക്കെയുള്ള അന്തരീക്ഷത്തിലും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നത് അവന് ലഭിക്കുന്ന സ്നേഹവും അവന് ലഭിക്കുന്ന പരിഗണനയും മാത്രം ആശ്രയിച്ചല്ല, അവന് കിട്ടുന്ന തിക്താനുഭവങ്ങളും കൂടെ ഓർത്താണ്. ഈ 2 അനുഭവങ്ങളുടെ നടുക്കാണ് നമ്മൾ വളരുന്നത്. ഞാൻ മാവൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, മാവിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് മാവ് പോഷിപ്പിച്ചാൽ മാവിൽ മാങ്ങ കുറവാണ്, മാവ് തളുത്തു പോവുള്ളൂ. ഇത്തിരി വേനലും ചൂടും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൽ മാങ്ങ പിടിക്കുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുഃഖങ്ങളും തിക്താനുഭവങ്ങളും ഉണ്ടാകും.
അത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാനാവുന്നു, സ്വാംശീകരിക്കാനാവുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്. അത് ആധ്യാത്മിക വളർച്ചയാകട്ടെ, മാനസിക വളർച്ചയാകട്ടെ, എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാകുന്നത് എന്നൊരു മനഃശാസ്ത്ര പാഠം അടിത്തറയായി നമ്മൾ കൊണ്ടു നടക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ നമ്മൾ ഓർമ്മിക്കുക. നമുക്കറിയാം, യാക്കോവിന് 12 മക്കള്. ഈ 12 മക്കളിലെ ഏറ്റവും മിടുക്കനും ശുദ്ധനുമായ ജോസഫിനോട് മറ്റ് 11 സഹോദരന്മാർക്ക് അസൂയ ഉണ്ടായി എന്ന കഥ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 37-ാമത്തെ അധ്യായം മുതൽ 45 വരെയുള്ള അധ്യായങ്ങളാണ് ഈ ചിത്രം കാണുന്നത്. ഈ ഭാഗം ശ്രദ്ധയോടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ജീവിതത്തിൽ എത്രമാത്രം ദുരന്തങ്ങളിലൂടെയാണ് ജോസഫ് കടന്നുപോയത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. ഈ സഹോദരങ്ങളെ ഉപദ്രവിച്ചിട്ടാണോ? അല്ല. മറിച്ച് ദൈവ നിശ്ചയത്തിലൂടെ അവനൊരു വഴി വെട്ടി തുറന്ന് മുന്നോട്ട് പോകുമ്പോൾ അവനെതിരായി ശത്രുക്കൾ ഒന്നിക്കുകയാണ്. ആദ്യം സംഭവിച്ച എന്താണ്? അവൻ ആടിനെ മേയ്ക്കാൻ പോയ സഹോദരന്മാർക്ക് സുഖാന്വേഷണവും ഭക്ഷണവുമായി ചെല്ലുമ്പോൾ ഈ 11 സഹോദരന്മാർ കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്, ഇവൻ നമ്മുടെ ശത്രുവാണ്, ഇവനെ കൊല്ലണമെന്നും, ഇവനെ കൊന്നാലേ നമുക്ക് സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പൻ ഇവന് സ്വത്ത് കൊടുക്കും, സ്ഥാനം കൊടുക്കും. അതായത് ചിലരൊക്കെ നമ്മളെയൊക്കെ ഉപദ്രവിക്കാൻ കാരണം അവിടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ജോസഫ് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, പക്ഷേ അവിടെ തെറ്റിദ്ധരിച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ പാമ്പൊക്കെ 10 പേർക്ക് നിൽക്കാറില്ലേ? പാമ്പ് വിചാരിക്കുന്നത് നമ്മൾ പാമ്പിനെ ആക്രമിക്കാൻ ചെല്ലുന്നു എന്നാണ്. അതുകൊണ്ടാണ് പ്രത്യാക്രമണം എന്ന നിലയിൽ പാമ്പ് ആക്രമിക്കാൻ വരുന്നത്. ശരിക്കും നമ്മൾ പാമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ പാമ്പ് അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് നമ്മളെ. ഇതുപോലെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ ശുദ്ധമായ ജീവിതത്തെ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. അവർ വിചാരിക്കും നമ്മളവരെ ഉപദ്രവിക്കും, നമ്മളവരെ തോൽപ്പിക്കും, നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോൾ അവർ നമ്മളെ ആക്രമിക്കാൻ തുടങ്ങും. ഇതിനൊക്കെ നമ്മൾ വിധേയമാകേണ്ട ചില നിമിഷങ്ങൾ വരും. ഈ ജോസഫിനെ അവർക്ക് സംശയവും തെറ്റിദ്ധാരണയും തോന്നിയിട്ട് അവർ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോഴാണ് മധ്യസ്ഥൻ പറഞ്ഞു, അയ്യോ കൊല്ലണ്ട. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഇവനെ പൊട്ടക്കിണറ്റിൽ കൊണ്ട് ഇട്ടേക്കാം. ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട് അവൻ ചത്തുപോകട്ടെ, നശിച്ചു പോകട്ടെ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിലെ പോകുന്ന ഈജിപ്തിലെ കച്ചവടക്കാർക്ക് അവനെ വിറ്റു. ഇവൻ ഈ കുഴി കടന്ന് നശിച്ചു പോയി കൊല്ലപ്പെട്ടു എന്ന രക്തപാതകത്തിന്റെ ശാപം കയറി വരണ്ട എന്ന് വിചാരിച്ച് അവർ അവനെ ഈജിപ്തിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് വിറ്റും. അടിമവേലയുടെ കാലഘട്ടമാണ്. അടിമവേലയ്ക്ക് കിട്ടുന്ന ആളുകൾക്ക് അവർ വില കൊടുക്കും. 20 ഷെക്കൽ നാണയത്തിന് ഈ ജോസഫിനെ സഹോദരങ്ങൾ വിറ്റും. പലപ്പോഴും ഉപദ്രവത്തിൻ്റെ പാഠങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ ഉപദ്രവിക്കുന്ന രംഗമുണ്ടാകും. സ്വന്തം അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം. സ്നേഹിക്കേണ്ടവരൊക്കെ ഉപദ്രവിക്കുമ്പോഴാണ് ഉപദ്രവത്തിൻ്റെ വേദന തീവ്രമായി മാറുക. ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു, അവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. രണ്ടാമത്തെ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു, വളരെ പ്രിയപ്പെട്ടവർ, സ്നേഹിക്കേണ്ടവരാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ സ്വാർത്ഥതയ്ക്കും ഇവരുടെ ലാഭത്തിനും വേണ്ടി ഇവർ സഹോദരനെ ദൂര സ്ഥലത്തേക്ക് നാട് കടത്തുക. ഈ ജോസഫ് നിലവിളിച്ച് കരഞ്ഞ് പറഞ്ഞുണ്ടാകാം, എൻ്റെ പൊന്ന സഹോദരന്മാരെ, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ നിങ്ങളുടെ അടിമയായി നിന്നുകൊള്ളാം, എനിക്ക് നിങ്ങൾ ഒന്നും തരണ്ട, എന്നെ കൊല്ലരുത്, എനിക്ക് എൻ്റെ അപ്പനെ കാണണം. പക്ഷെ അവർ സംഭവിച്ചില്ല. അവനെ ദൂരേക്ക് വിറ്റും, അങ്ങ് ദൂരെ ഈജിപ്ത് ദേശത്തേക്ക്. അവിടെ ചെന്നപ്പോഴോ അവിടെ അവനെ മേടിച്ച സൈന്യാധിപൻ അവനെ പണിയിലേക്ക് ഏർപ്പെടുത്താക്കാനും, പാടത്ത് പണിയും പറമ്പിലെ പണിയുമായി ശരിക്കും അടിമവേല, മൃഗസമാനമായ ജോലി. സാധാരണ പറമ്പിൽ പണിയെന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു മൃഗവും അടിമയായി മേടിക്കപ്പെടുന്ന മനുഷ്യർ ഒരേപോലെയാണ്. അതേ മൃഗത്തിനൊപ്പമായ ജീവിതം, ആടുജീവിതം എന്നൊക്കെ ഇന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഭാഷ. അതായത് വെറും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങൾ ജീവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അടിയും ചതയും പട്ടിണിയും ദാരിദ്ര്യവും തെറികളും അതിശയ വാക്കുകളും കൊണ്ട് ജീവിച്ച കാലഘട്ടം. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും ജോസഫ് എതിര് പറഞ്ഞില്ല. ജോസഫ് എല്ലാം ക്ഷമയോടെ സഹിക്കുകയാണ്. കാരണം ഇത് ദൈവനിശ്ചയമല്ലേ, ദൈവം അയച്ചതല്ലേ. ഇങ്ങനെ അനേക നാളുകളുടെ പീഡാനുഭവങ്ങൾക്ക് ശേഷം ആ യജമാനന് തന്നെ തോന്നി ഇവനൊരു നല്ല പയ്യനാണ്. എന്ത് ചെയ്തു? അയാൾ ഇവന് പ്രമോഷൻ കൊടുക്കുകയാണ്. എന്താ പ്രമോഷൻ കൊടുത്തത്? വീടിൻ്റെ അകത്തെ കാര്യസ്ഥ പണിയിലേക്ക്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ആരോഗ്യ ദൃഢഗാത്രനായ ജോസഫായി, യുവാവായി, അവൻ അടുക്കളയ്ക്കകത്തെ കൊട്ടാരത്തിനകത്ത് എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ ആണ് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ആ സൈന്യാധിപന്റെ ഭാര്യയ്ക്ക് ഈ ചെറുപ്പക്കാരനോട് തെറ്റായൊരു മോഹം തോന്നും.
അവനെക്കുറിച്ച് അവൾ മോശമായ ചിന്തകൾ കൊണ്ടുനടക്കുന്നു. തൻ്റെ ഭർത്താവിനുള്ള അതൃപ്തിയെല്ലാം മാറ്റിവെച്ച് ഇവനോട് വേണ്ടാത്ത അടുപ്പത്തിലേക്കും സ്നേഹത്തിലേക്കും പോകുന്നു. ഒരു ദിവസം ഭർത്താവ് ഇല്ലാത്തപ്പോൾ അവൾ അവനെ വിളിക്കുന്നു തൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി. മുറിയിൽ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കെണിയാണെന്ന്. ഇവൻ എന്ത് ചെയ്തു? ഇവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഞാനങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴെന്താ സംഭവിച്ചത്? അവള് ഇവൻ്റെ വസ്ത്രത്തെ കയറിപ്പിടിച്ചു. ഈ വസ്ത്രം പരിയിട്ടിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ തൻ്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കാതെ തന്നെ അവഹേളിച്ച് തൻ്റെ വൈകാരിക തീഷ്ണത തൃപ്തിപ്പെടുത്താതെ കടന്നുപോയവനോട് വൈരാഗ്യം ഉണ്ടാവുന്നു. അവൾ നുണ പറഞ്ഞു വരുത്തുകയാണ്. എന്ത്? ജോസഫ് എന്നെ ആക്രമിക്കാൻ വന്നെന്നും ജോസഫ് അതിനെ അധിക്ഷേപിക്കാൻ വന്നെന്നും. അന്ന് വൈകുന്നേരം ഭർത്താവ് വന്നപ്പോൾ ഇവൾ പറഞ്ഞു കൊടുത്തു, ഇതാ ജോസഫ് നിങ്ങളെ ഏറ്റവും വിശ്വസ്തനായി കൊണ്ടുവരുന്നവൻ എന്നെ ആക്രമിക്കാൻ വന്നും. അവൻ എൻ്റെ മുറിയിൽ കയറി വന്നു. ഞാൻ ബഹളം വെച്ചവൻ ഇറങ്ങി ഓടി. കണ്ടില്ല അവൻ ഉടുപ്പ് കിടക്കുന്നത്. ഉടുപ്പെ കയറി പിടിച്ച ഉടുപ്പിട്ട് ഓടിപ്പോയി. നമുക്കറിയാം പ്രിയപ്പെട്ടെ, എന്തൊരു നുണയായത്! 100% നുണ. കെട്ടിച്ചമച്ച കഥ. പലപ്പോഴും ഉപദ്രവങ്ങളും ദ്രോഹങ്ങളിലും കടന്നു പോകുന്നവർക്കറിയാം ഇതുപോലെ ചില അനുഭവങ്ങളുണ്ടാകും. ചിലരൊക്കെ ചിലരുടെ ആഗ്രഹങ്ങളെയും സ്വാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വെറുതെ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കും. അതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്തു? അവനിത് കേട്ടപ്പോഴേ ഭാര്യ വിശ്വസിച്ചു. ആരാടാ ഇങ്ങനെ ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞ് ജോസഫിനെ പിടിച്ച് തല്ലി ചതച്ച് ജയിലിൽ കൊണ്ടിട്ടു. ജയിലറയ്ക്കുള്ളിൽ കരിമ്പഴികൾക്കുള്ളിൽ കിടക്കുക. ജോസഫ് എന്തിച്ചാണ് എന്താണ് എനിക്ക് സംഭവിച്ചത്? ഇവള് പറയുന്ന പോലെ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിലെ സ്ഥാനത്തിലേക്ക് അവിടെ എത്തിപ്പോയനെ. പക്ഷേ സത്യത്തിൻ്റെ പേരിലും വിശുദ്ധിയുടെ പേരിലുമാണ്, നിന്നതിൻ്റെ പേരിലാണ് ഇവൻ ജയിലിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകും. ചില ആളുകൾ നുണ പറഞ്ഞത് വരും. ചില ആളുകൾ അവിടെ സ്വാർത്ഥതയ്ക്കൊണ്ട് കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് വരും. അവർക്ക് ദീർഘവീക്ഷണമുള്ള അജണ്ടകളുണ്ട്. അവർക്ക് എന്തോ നേടിയെടുക്കാണ്ട് അതിനവർ നമ്മളെ ബലിയാടാക്കിയത് വരും. അതിലൊരു തിക്താനുഭവം കൊണ്ട് കടന്നു പോകുന്ന നമ്മളായിരിക്കാം. ഈ ബൈബിൾ ഭാഗം വായിച്ചു പോകുമ്പോൾ ഞാൻ ഓർക്കും, നമ്മളെല്ലാം ഓർത്ത് വെക്കേണ്ടത് ഈ കേൾക്കുന്നതും എല്ലാവരും പറഞ്ഞു വരുത്തുന്നതെല്ലാം ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഈ പെണ്ണ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവൻ പീഡിപ്പിക്കപ്പെടുക. പക്ഷെ പെണ്ണ് നുണയാണ് ഉണ്ടാക്കി പറഞ്ഞത്. അന്നും ഇന്നും പ്രസക്തമായ കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന കുറേ കഥകളിലും കുറേ പത്രവാർത്തകളൊക്കെ വരണം. ഇതൊക്കെ ചിലരൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നല്ലേ. എല്ലാം ശരിയാണെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. ചില കാര്യങ്ങൾ കേൾക്കും, പത്രത്തിൽ വന്നതല്ലേ, TV വന്നതല്ലേ. പ്രിയപ്പെട്ടവരെ, പത്രവാർത്തകൾ വളച്ചൊടിക്കും. മാധ്യമങ്ങളൊക്കെ പലതും വളച്ചൊടിക്കും. ചിലപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വളച്ചൊടിക്കും. കണ്ണുകൊണ്ട് കാണുന്നത് പോലും ശരിയാണെന്ന് തോന്നും. അല്ല, അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്താണെങ്കിലോ. അതായത് ചിലരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പത്രത്തെയും മാധ്യമത്തെയും ഒക്കെ അവർ വില കൊടുത്തെടുത്തു വരും. അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചേക്കതും. ചിലപ്പോൾ അച്ഛന്മാരെ കുറിച്ചായിരിക്കാം, സിസ്റ്റേഴ്സിനെ കുറിച്ചായിരിക്കാം, സഭയെക്കുറിച്ചായിരിക്കാം. പത്രത്തിൽ വന്നു, അവർ പറഞ്ഞു എന്നൊക്കെ വിചാരിക്കും ശരിയാണ് എന്ന് വിചാരിക്കരുത്. ചില ആളുകൾ ചിന്തിക്കും അല്പം തീയിലാണ്ട് പുകയുണ്ടാവുന്നു. പ്രിയപ്പെട്ടവരെ, അത് പഴയൊരു ചിന്താഗതിയാണ്. ഇപ്പോൾ തീയൊന്നും വേണ്ട പുകയുണ്ടാകാൻ, പുക വെറുതെ ഉണ്ടാക്കും. അത് കണ്ടിട്ട് പുകയുള്ളത് കൊണ്ട് തീയാണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം മണ്ടന്മാരാകരുത്. ജീവിതത്തിലൊക്കെ സ്ത്രീകൾ അപവാദം പറഞ്ഞതിൻ്റെ പേരിൽ ഈ ജോസഫ് ജയിലിൽ കിടന്ന സംഭവങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. എനിക്കൊക്കെ അറിയാവുന്ന എത്രയോ സംഭവങ്ങൾ ഞാൻ ഓർമ്മിക്കും. ആരെങ്കിലും ഒക്കെ അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ ജയിലുകളിലും ദുരന്തങ്ങളുടെ കടന്നുപോയ ആളുകളും. അതായത് തെറ്റിദ്ധരിക്കപ്പെടുക, മറ്റുള്ളവരുടെ സ്വാർത്ഥതയുടെ ബലിയാടാകപ്പെടുക എന്ന് പറയുന്ന ഉപദ്രവങ്ങളുണ്ട്. ജോസഫിനെ ഓർമ്മിക്കും ഞാൻ. ജോസഫ് എന്ത് ചെയ്തു? യാതൊരു പരാതിയില്ല, അത് ക്ഷമിക്കുകയാണ്. അതാണ് ആത്മീയത. തൻ്റെ ഭാഗത്ത് 1% പോലും തെറ്റില്ലെന്ന് അറിഞ്ഞിട്ടും താൻ പൂർണ്ണമായി പുണ്യത്തിൻ്റെ പാതയിൽ നിന്നതിൻ്റെ പേരിലാണ് പീഡിപ്പിക്കപ്പെടുന്നത് അറിഞ്ഞിട്ട് പോലും ജോസഫ് എതിർക്കാൻ പോയില്ല, വിരോധം കാണിക്കാൻ പോയില്ല, വൈരാഗ്യത്തിന് പോയില്ല. അവൻ ക്ഷമിക്കുകയാണ്. ആത്മീയതയുടെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുക. മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളൊക്കെ ക്ഷമയോടെ സഹിക്കാൻ പഠിക്കാം. ഈ ജോസഫ് ജയിലിൽ കിടക്കുന്നു. പ്രിയപ്പെട്ട, ചിലപ്പോൾ എൻ്റെ ഈ വാദം കേൾക്കുന്ന നിങ്ങൾ ചില ആൾക്കാരും ഈ ജയിലിൽ കിടക്കുന്ന പോലെ ചിലപ്പോൾ ദുരന്തങ്ങളുടെ കൂടുതലുൾപ്പെട്ട് കിടക്കാതിരിക്കാം. ആരെങ്കിലും ഉണ്ടാക്കിയ കഥകൾക്ക് പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടതും ചതഞ്ഞറിഞ്ഞ പോലെ അനുഭവം ഉണ്ടാകാം. ഞാനിത് പറയുമ്പോൾ ഓർക്കും, 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കെട്ടുകഥയുണ്ട്. ചരിത്രം പഠിച്ചവർക്കൊക്കെ അതറിയാം. ജർമ്മൻ പാർലമെന്റ് യഹൂദന്മാർ ആക്രമിച്ചു, തീ വെച്ചു എന്ന കള്ളക്കഥ. ഒരു ദിവസം രാവിലെ കാണുന്ന ബെർലിനിലെ ജർമ്മൻ പാർലമെന്റ് തീ കത്തുന്നു.
ആരാണ് കത്തിച്ചത്? യഹൂദന്മാർ കത്തിച്ചു. രാജ്യദ്രോഹികൾ, അവരെ വധിക്കണം, അവരെ ഒഴിവാക്കണം. ഇങ്ങനെ ചർച്ചാ വിഷയമായി സംസാരമായി. ഇങ്ങനെയാണ് യഹൂദന്മാർക്കെതിരെ ജർമ്മനിൽ വിരോധം കുത്തിവെച്ചത്. ഈ യഹൂദന്മാരെ കൊല്ലാനുള്ള തീരുമാനത്തേക്ക് ഹിറ്റ്ലർ എത്തും. ജർമ്മൻ പാർലമെന്റിന് തീ വെച്ചല്ലേ അവര്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിയുമ്പോൾ, 40 വർഷം കഴിയുമ്പം ഈ സംഭവത്തെ പുനർവായിച്ചു. ആരാണ് ജർമ്മൻ പാർലമെന്റ് തീ വെച്ചത്? ശരിക്കും യഹൂദന്മാരല്ല. പിന്നെയോ ഈ യഹൂദന്മാർക്കെതിരെ വിരോധം മനുഷ്യ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടി ഹിറ്റ്ലറുടെ പട്ടാളക്കാർ തന്നെ മനഃപൂർവ്വം തീ വെച്ചതാണ്. എന്നിട്ട് അവരാണ് ചെയ്തത് പറഞ്ഞു വരുത്തി. അതായത് ചിലപ്പോൾ ചില ആളുകളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ചില ആളുകൾ മനഃപൂർവ്വം ബലിയടക്കപ്പെടും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങൾ ചിലപ്പോഴൊക്കെ സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെ ചില ന്യൂസുകളും വാർത്തകൾ വരുമ്പോൾ അവർക്ക് മറ്റെന്തോ സ്വാർത്ഥപരമായ ലാഭങ്ങളുണ്ട്. ആ ലാഭങ്ങൾ നേടിയെടുക്കാൻ ചിലരെയൊക്കെ ബലിയാടാക്കേണ്ടി വരും. ചിലപ്പോൾ ഗതികേടിന് ഞാനായിരിക്കാം, നിങ്ങളായിരിക്കാം ഇതിൻ്റെ ബലിവസ്തുവായി മാറുന്നത്. ആ നേരത്താണ് നമ്മൾ ഓർക്കേണ്ടത്, ജോസഫിനെ ഓർക്കണം. ഞാൻ ക്ഷമിക്കണം, ഞാൻ സഹിക്കണം. അപ്പോഴെന്താ സംഭവിക്കുക? പ്രിയപ്പെട്ട, അവിടെ നിന്നോട്ട് കഥ മാറുക. ഈ ജയിലിൽ കിടക്കുന്ന ജോസഫിന് ദൈവജ്ഞാനം കൊടുക്കുന്നു, അറിവ് കൊടുക്കുന്നു. ജോസഫ് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. ജോസഫിൻ്റെ സ്വപ്ന വ്യാഖ്യാനം തൃപ്തിയായി തോന്നിയ രാജാവ് ജോസഫിന് ജയിൽ മോചനം കൊടുക്കുന്നു, സ്ഥാനമാനം കൊടുക്കുന്നു, അവിടുത്തെ പ്രധാന മന്ത്രിയാക്കി അവരെ മാറ്റുന്നു. അതായത് ഈ പീഡനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കടന്നുപോയ ജോസഫ് അതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഒരു കാലഘട്ടമേ അവസാനിക്കും. അവൻ ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്. എല്ലാ കാലത്തും ഇരുളില്ല, അതിന് പ്രഭാതങ്ങളുണ്ട്. ഇരുളിന് ഏറി വന്നാൽ 12 മണിക്കൂറേ ഉള്ളൂ. 15 മണിക്കൂർ ഇരുളാകാൻ പറ്റില്ല, 18 മണിക്കൂർ ഇരുളാകാൻ പറ്റില്ല. അതുകൊണ്ട് ഓർക്കണം, ചിലപ്പോൾ ഇന്ന് നീ പീഡിപ്പിക്കപ്പെടുന്ന അന്ധകാര പർവ്വത്തിലായിരിക്കാം. മറ്റുള്ളവരുടെ ആരോപണങ്ങളും അപവാദങ്ങളും തിക്താനുഭവങ്ങളും കൊണ്ട് നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാകാം. ചിലരൊക്കെ അവിടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നുണ പറിച്ച് വരുത്തുന്നുണ്ടാകാം, കള്ളപ്രചരണം ഉണ്ടാകാം. പക്ഷെ ആ നേരത്തൊക്കെ നീ ഓർക്കണം, ഞാനത് നിശബ്ദമായും ഞാനത് ആദരവോടെ ക്ഷമിക്കേണ്ട വ്യക്തിയാണ്. നമുക്കറിയാം, ജോസഫിൻ്റെ കഥയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സമൃദ്ധിയുടെ നല്ല ദിനങ്ങളിൽ ജോസഫ് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിന് മക്കളുണ്ടായി. മൂത്ത മോന് ജോസഫ് ഇട്ടുകൊടുത്ത പേര് മനാസെ എന്നാണ്. ഇളയവൻ ഇട്ടുകൊടുത്ത പേര് എഫ്രായിം എന്നാണ്. മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം മറക്കാൻ ദൈവം കൃപ തന്നു എന്നാണ്. ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളും വേദനകളും ഒക്കെ മറക്കാനും പൊറുക്കാനും ദൈവം കൃപ തന്നു എന്നാണ് ജോസഫ് പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് രണ്ടാമത്തെ മകനുണ്ടാകുന്നത്. ആ മകൻ ഇട്ടുകൊടുത്ത പേര് എഫ്രായിം എന്നാണ്. എന്താണ് എഫ്രായിം എന്ന വാക്കിൻ്റെ അർത്ഥം? സമൃദ്ധി, അനുഗ്രഹമെന്നാണ്. അതായത് സമൃദ്ധിയും അനുഗ്രഹവും കടന്നു വരുന്നത് എപ്പോഴാണ്? മനാസയ്ക്ക് ശേഷമാണ്. മൂത്തവൻ മനാസെ, രണ്ടാമൻ എഫ്രായിം. എഫ്രായിം ഒരിക്കലും ഒന്നാമനായി പിറക്കില്ല, രണ്ടാമനായി പിറക്കുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? എവിടെ മനാസയുണ്ടോ അവിടെ എഫ്രായിം ഉള്ളൂ. എവിടെ മറക്കാനും പൊറുക്കാനും തയ്യാറാകുന്നുവോ അവിടെയാണ് സമൃദ്ധിയും ദൈവകൃപയും കടന്നു വരുന്നത്. ജീവിതത്തിലെ ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ബോധപൂർവം ക്ഷമിക്കാനും മറക്കാനും തയ്യാറാകുമ്പോൾ അവിടെ ദൈവകൃപയുടെ പുതിയ എഫ്രായിമുകൾ പിറക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉപദ്രവങ്ങൾ, വേദനകൾ, പീഡകൾ, നൊമ്പരങ്ങൾ, ഇത് ദൈവനിശ്ചയമാണെന്ന ചിന്തയോടെ നമുക്ക് പൊറുക്കാനും മറക്കാനും സാധിക്കണം. അതാണ് കാരുണ്യ പ്രബോധനം പഠിപ്പിക്കുന്നത്. ആധ്യാത്മിക വളർച്ചയുടെ ഏറ്റവും സുന്ദരമായ അവസ്ഥ ഇതാ: നീ ഉപദ്രവങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണം. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്ന ആരോപണങ്ങൾ, അപവാദങ്ങൾ ഒക്കെ നീ ക്ഷമിക്കാൻ പഠിക്കുമ്പോഴാണ് ദൈവം നിന്നെ മഹത്വത്തിൻ്റെ കിരീടത്തിലേക്ക് കൊണ്ടുപോവുക. ദൈവം നിനക്ക് ഉയർച്ച തരാൻ പോകുന്നത്, ദൈവം നിനക്ക് വളർച്ച തരാൻ പോകുന്നത്. ഇത് നമ്മൾ പല ആളുകൾക്കും നമ്മുടെ ആധ്യാത്മികതയുടെ ചില പടവുകൾ കയറാത്തതിന് കാര്യം നമ്മൾ ഈ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളുടെയും നിഷേധാത്മക അനുഭവങ്ങളെയും ഇതുവരെ പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് മനസ്സിൽ ദേഷ്യം, സങ്കടം, പരാതി, വിഷമം. ഞാൻ ജോസഫിൻ്റെ കഥ വായിച്ചപ്പോൾ ഓർക്കും, ജോസഫ് ഒരു സ്ഥലത്തും പരാതി പറഞ്ഞിട്ടില്ല, ആരോട് കരഞ്ഞിട്ടില്ല, എവിടെ മുമ്പിലും വിഷമിച്ചിട്ടില്ല. എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ എന്നോർത്തുന്ന ഒരുപാട് വിലപിച്ചില്ല. മറിച്ച് ജോസഫ് ആ നിമിഷങ്ങളിലൊക്കെ ശാന്തനായിരുന്നു. അതായത് കുഴി വീണപ്പോഴും, അടിമയെ വിളിക്കപ്പെട്ടപ്പോഴും, പാടത്ത് പണിയെടുത്തപ്പോഴും, ജയിലിൽ കടന്നപ്പോഴും, അധിക്ഷേപങ്ങൾ ഏറ്റപ്പോഴൊക്കെ ജോസഫ് സമചിത്തതയോടെ നിന്നു. ജോസഫ് എന്താ ചിന്തിച്ചത്? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്.
അതാണ് ഉപദ്രവങ്ങൾ ക്ഷമയോടെ സഹിക്കുക എന്ന് പറയുന്നത്. ആ ക്ഷമയോടെ സഹിക്കുന്ന നിമിഷങ്ങളിലാണ് ജോസഫിന് വേണ്ടി ഉയർച്ചയുടെ കട്ടണങ്ങൾ ഉയരുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതേ ജോസഫിന്റെ കഥകൾ ആവർത്തിക്കപ്പെടുന്നുണ്ടാകാം. ചിലരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നവർ കാണുമായിരിക്കും. അകാരണമായി ജയിലിൽ കിടക്കുന്ന ആളുകൾ കാണുമായിരിക്കും. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും തെറ്റുകാരനായി കുറ്റപ്പെടുത്തപ്പെട്ട വ്യക്തികൾ കാണുന്നതിൻ്റെ അകത്തൊക്കെ ചിലപ്പോഴൊക്കെ കുടുംബജീവിതത്തിന്റെ മേഖലകളിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് നൊമ്പരങ്ങൾ കടന്നു പോയ വ്യക്തി കാണും. മകനെ, മകളെ, നീ ഇതൊക്കെ ഇന്ന് ക്ഷമിക്കേണ്ട നിമിഷമാണ്, സഹിക്കേണ്ട നിമിഷമാണ്. കാരണം നിനക്ക് ദൈവം കാവലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലൂടെ നീ കടന്നു പോകണം. നമുക്കറിയാം, പുതിയ നിയമത്തില് ലൂക്കാസ് സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കഥ പറയുന്നില്ലേ? യെരൂശലേമിൽ നിന്നും എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് ഈശോ ഉയർപ്പിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഒളിച്ചു പോലെ പോകുന്നവരും അവിടെ കൂടെ നടന്ന് കർത്താവ് എന്താ പറഞ്ഞത്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ക്രിസ്തു ഇതെല്ലാം സഹിച്ച്, ആ വാക്ക് പ്രധാനപ്പെട്ടത്. ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരുന്നു എന്നല്ല ചോദിച്ചത്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച്, അതായത് ക്രിസ്തു കടന്നു പോകേണ്ടതാണിത്. ഇത് പെസഹ എന്ന് പറയുന്ന, പാസ് ഓവർ എന്ന് പറയുന്നതിന് അർത്ഥം തന്നെയാണിത്. ഒന്ന് കടന്നു പോകണം, പാസ് ഓവർ. ഞാൻ ഇതിലൂടെ കടന്നു പോകണം, എങ്കിലാണ് ഞാൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ചില വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഒരുപാട് നിരാശപ്പെട്ടേക്കരുത്, തളർന്നു പോയേക്കരുത്, എല്ലാം അവസാനിച്ചെന്ന് കണക്കാക്കിയേക്കരുത്. മറിച്ച് ആധ്യാത്മിക വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടത്തിലാണ് നീ നിൽക്കുന്നത്. നിന്റെ ദൈവം നിനക്ക് തരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കായി നിന്നെ ഒരുക്കുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളാണിത്. ഈ നിമിഷങ്ങളിൽ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ആവലാതിയില്ലാതെ നിനക്ക് ശാന്തതയോടെ നിൽക്കാൻ സാധിക്കണം. ഉപദ്രവങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നിന്നെ വളർത്താൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ, തിരിച്ചടികൾ, തെറ്റിദ്ധാരണകൾ, എന്തോരോ വിഷമങ്ങളിലൂടെ മറിയം കടന്നുപോയി. മറിയം ആരോടെങ്കിലും പരാതി പറഞ്ഞു? ആരുടെ അടുത്തെങ്കിലും കൗൺസിലിങ്ങിന് പോയോ? ആരുടെ അടുത്തെങ്കിലും കേസ് കൊടുക്കാൻ പോയോ? ഞാൻ ബൈബിളിൽ കാണുന്നില്ല മറിയം പരാതി പറഞ്ഞായിട്ട്, മറിയം ആരോടെങ്കിലും സങ്കടം പറഞ്ഞായിട്ട്. എല്ലാം തകർന്നു പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുമില്ല, ആത്മഹത്യയെ ചിന്തിച്ചിട്ടുമില്ല. അതെല്ലാം സഹിച്ചപ്പോഴാണ് മറിയത്തെക്കുറിച്ച് വചനമുണ്ടാകുന്നത്. എല്ലാ തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എല്ലാ തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എപ്പോൾ? നീ എല്ലാ ഉപദ്രവങ്ങളും ക്ഷമയോടെ സഹിക്കുമ്പോൾ. അതുകൊണ്ട് ഈ വചനങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ മണിക്കൂറുകൾ തന്നെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, ആത്മാവിൻ്റെ ബലം കൊണ്ട് നിറയട്ടെ. ഇന്നത്തെ വേദനകളും തിക്താനുഭവങ്ങളും തിരിച്ചടികളും നൊമ്പരങ്ങളും ഒക്കെ അത് ദൈവഹിതപ്രകാരം സ്വീകരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വരട്ടെയാകട്ടെ. ഒരു പടി കൂടി ആധ്യാത്മികമായി വളരാനുള്ള ഒരു പുതിയ ഉൾബോധ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നല്ല തമ്പുരാനെ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചിലരുടെയൊക്കെ ജീവിതത്തിൽ നൊമ്പരങ്ങളിലൂടെയും തിക്താനുഭവങ്ങളുടെ കടന്നു പോകുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും പീഡിപ്പിക്കപ്പെടുന്ന അനവധി ആളുകളെ ഞാൻ ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ സഹനങ്ങൾക്കും നൊമ്പരങ്ങൾക്കും എല്ലാം അങ്ങ് പ്രതിഫലം കൊടുക്കണമേ. അവർക്കും ഉയർച്ചയും വളർച്ചയും കൊടുത്തങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയത്തെ പോലെ തലമുറകൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന അനുഭവം അവർക്കും കൊടുക്കാനിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.